പോലും നാളെ കേൾക്കുമ്പോഴത്തേക്ക് ദിലീപേട്ടനോട് പോയി മാപ്പ് പറയും. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ദിലീപേട്ടനെ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ ശരിയാണത്. അല്ലാതെ പുള്ളിയെ കേരളത്തിൽ മുഴുവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് നെഗറ്റീവിൽ നിൽക്കുകയാണ് ദിലീപേട്ടൻ. അങ്ങനെ നെഗറ്റീവ് ഉള്ള ഒരാൾക്ക് വേണ്ടി ഞാനെന്തിനെ സംസാരിക്കണം? എനിക്ക് സുരേഷ് ഗോപിയുടെ ഭയങ്കര നെഗറ്റീവ് 90% ആൾക്കാരും സുരേഷ് ഗോപിക്കെതിരെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് മാത്രം സുരേഷ് ഗോപിയുടെ അനുകൂലിച്ച് പറഞ്ഞത്. അവിടെ ഞാൻ പോയിട്ട് എനിക്ക് പോസിറ്റീവ് ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സംഖ്യയാവുന്നത് അവിടുന്ന്. അപ്പം നമ്മൾ പുള്ളിക്ക് അനുകൂലിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നീതിബോധമാണ്. പുള്ളി ജയിച്ചേക്കാം, പുള്ളിയുടെ ഉള്ളിൽ നന്മയുള്ള മനുഷ്യനുണ്ടല്ലോ. അതുപോലെ നാളെ നിങ്ങൾ പറയും ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ കോടതി വെറുതെ വിട്ടിട്ട് ഈ നടന്നു. കാരണം ഇതിനകത്ത് ഉള്ളിൽ കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോലും നാളെ കേൾക്കുമ്പോഴത്തേക്ക് ദിലീപേട്ടനോട് പോയി മാപ്പ് പറയും. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം വരും. കാലം എങ്ങും വിട്ടുപോകാൻ പോകുന്നില്ല. അന്ന് നിങ്ങൾ ഒന്ന് ഈ സുരേഷ് ഗോപി വിഷയത്തിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ ഒന്ന് പറയും അഖിലേട്ടാണ് ദിലീപിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത് ശരിയായിരുന്നു. പണ്ട് ഇത് കണക്ക് സ്വാമിയുടെ മറ്റേ കിണ്ണാമണി കണ്ടിച്ചൊരു കേസുണ്ടായിരുന്നു.